കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കോച്ചുമാരെ പോലെയോ അസിസ്റ്റന്റ് കോച്ചുമാരെ പോലെയോ ഒന്നും അല്ല നിലവിലെ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള പീറ്റർ ഹാഡ്ലി എന്ന ഗ്രാസണ്ണൻ. എന്തുകൊണ്ട് ആളിനെ ഗ്രാസണ്ണൻ എന്ന് വിളിക്കുന്നു എന്നുള്ള ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനുള്ള മറുപടി വളരെ കൃത്യമായിട്ട് കിട്ടും. പുല്ല് വില അങ്ങനെ ആരാധകർക്ക് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് നീയൊക്കെ ടി വിയിൽ വന്ന് കണ്ടാലും ഗാലറിയിൽ വന്ന് കണ്ടാലും പ്രത്യേകിച്ച് ഇവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള ലൈനിലാണ് ആശാൻ്റെ ഒരു നടപടി. പക്ഷേ പുള്ളി പറയുന്നുണ്ട്, അവർ ടി വിയിലിരുന്ന് കണ്ടാലും ഗാലറിയിലിരുന്ന് കണ്ടാലും എവിടെ ഇരുന്ന് കണ്ടാലും അത് പെർഫോമൻസിനെ ബാധിക്കാൻ പാടില്ല. ആരാധകർക്ക് അഭിമാനിക്കാൻ വകയുള്ള ഫുട്ബോൾ നമ്മൾ കളിക്കളത്തിൽ കാണിച്ചു കൊടുക്കണം എന്നാണ് പീറ്റർ ഹാഡ്ലി പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഭാഗത്തു നിന്നും മാഗ്നം കൺസോർഷ്യത്തിനെതിരെയുള്ള ബഹിഷ്കരണ ആഹ്വാനം വന്നതിന് പിന്നാലെ ആരാധകർ സ്റ്റേഡിയം ബോയ്ക്കോട്ട് ചെയ്ത് സ്റ്റേഡിയം ആളൊഴിഞ്ഞ ഗാലറിയിൽ ബ്ലാസ്റ്റേഴ്സ് കളിക്കേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ആ ഒരു സിറ്റുവേഷന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം അടിവെച്ച് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ 4 മത്സരങ്ങളിൽ ഒന്നിൽ പോലും തോൽവി അറിഞ്ഞിട്ടില്ല. 3 മത്സരങ്ങൾ വിജയിച്ചു, 1 മത്സരം സമനില. അങ്ങനെ കഴിഞ്ഞ മത്സരത്തിൽ ആഷ്ലി വെസ്റ്റ്വുഡിന് പകരം പരിശീലകൻ്റെ റോളിൽ വന്ന് അഗ്രസീവായിട്ട് സൈഡ് ലൈനിൽ നിന്ന് കാര്യങ്ങൾ മാനേജ് ചെയ്തത് ഗ്രാസണ്ണനായിരുന്നു. ഗ്രാസണ്ണനെ പഴയ കലിപ്പ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അപ്പം ഗ്രാസണ്ണൻ മത്സരത്തിന് ശേഷം പറഞ്ഞത് ആരാധകർ സ്റ്റേഡിയത്തിൽ മറ്റുള്ളവരെ പോലെ നിങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് വരൂ, ഞങ്ങൾ നല്ല ഫുട്ബോൾ കാഴ്ചവെക്കുന്നു എന്നൊന്നും പറയാൻ നിൽക്കുന്നില്ല. നീയൊക്കെ സ്റ്റേഡിയത്തിൽ വന്ന് കണ്ടാലും ടി വിയിൽ കണ്ടാലും ഒന്നുമില്ല, പക്ഷേ നിനക്കൊക്കെ അഭിമാനിക്കാൻ വകയുള്ള ഫുട്ബോൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അത് ഞങ്ങൾ ചെയ്യും എന്ന് പറയുമ്പം അണ്ണൻ്റെ ഓറ കുറച്ചുകൂടി ഉയരുന്നു.